മാമ്പു ഒടിച്ചെടുത്ത കുഞ്ഞിനെ അമ്മ ശകാരിക്കുന്നു. അപ്പോൾ മാമ്പഴം വെക്കാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് കുഞ്ഞ് പിണങ്ങിപ്പോകുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരണപ്പെടുന്നു. ഉണ്ണിമാങ്ങ ഭാഗമായി പഴുത്തപ്പോൾ മാമ്പഴം വെക്കാൻ കുഞ്ഞില്ല. അയൽപ്പക്കത്തെ കുട്ടികൾ മാഞ്ചുവട്ടിൽ ആരാധാരമുണ്ടാക്കുമ്പോൾ അമ്മ കുഞ്ഞിന്റെ ഓർമ്മയിൽ വിങ്ങി പൊട്ടുകയാണ്. ഒരമ്മയുടെ വേദന വളരെ ആസ്വാദ്യകരമായി ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നു. ഈ കവിതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തലക്കെട്ട് തന്നെയാണ് മാമ്പഴം എന്നത്. വായനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തരുടെ ഉദ്ധരണികൾ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. P.N. പണിക്കർ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളരും. കുഞ്ഞുണ്ണി മാഷ്. അറിവാണ് ശക്തി. ഫ്രാൻസിസ് ബേക്കൺ. പുസ്തകമില്ലാത്ത വീട് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. സിസറോ. ഇന്നും എന്നും ഗ്രന്ഥങ്ങളാണ് മനുഷ്യരുടെ ഉത്തമ സുഹൃത്ത്. കൂപ്പർ. വ്യക്തികൾക്ക് മരണമുണ്ട്, പുസ്തകങ്ങൾക്ക് മരണമില്ല. റൂസ്വെൽറ്റ്. അറിവിന്റെ അനന്ത വിഹാരത്തിലേക്ക് കുതിച്ചു വരാൻ മാനവരിൽ വായന സഹായിക്കുന്നു. ഇന്ന് ജൂൺ 19. വായന ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആഹ്വാനവുമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് നയിച്ച P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മലയാളികൾ വായന ദിനമായി ആചരിച്ചു. 1909 മാർച്ച് 1 കോട്ടയം ജില്ലയിലെ നിലമ്പേരൂർ ഗ്രാമത്തിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പുതുവായ നാരായണ പണിക്കർ. കൂട്ടുകാർക്കൊപ്പം വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതന ധർമ്മം കേരളത്തിൽ നവോത്ഥാനത്തിന്റെ സമരക്കാരനായിരുന്നു P.N. പണിക്കർ. P.N. പണിക്കരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ സാംസ്കാരിക ജാഥ നടത്തുകയുണ്ടായി. ജാഥയിലെ മുദ്രാവാക്യം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. നിങ്ങൾ കുറച്ച് ഇത്രയും കുട്ടികൾ അവതരിപ്പിച്ച കാര്യങ്ങളിലൂടെ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരാഴ്ചയും നമ്മൾ വായന വാരമായിട്ടാണ് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വായന ക്വിസുണ്ട്, പിന്നെ വായനാ മത്സരമുണ്ട്. നമ്മൾ ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞു. വായനാ മത്സരത്തിന് അതായത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ ഭാഗം തരും, അത് പഠിച്ചുകൊണ്ട് വരിക, അത് വായിപ്പിച്ച് ഏറ്റവും നന്നായിട്ട് വായിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. അതുപോലെ വായനാ ക്വിസിനും സമ്മാനമുണ്ട്. അതിൽ അസംബ്ലിയിൽ ഓരോ ദിവസം ഓരോ എഴുത്തുകാരെ പരിചയപ്പെടുത്തുകയും പുസ്തക പരിചയവും ഉണ്ടായിരിക്കും. വേറൊരു കാര്യം ടീച്ചർ ഗ്രൂപ്പിൽ ഇന്നലെ ഇട്ടായിരുന്നു. വീട്ടിൽ നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഉപയോഗിക്കാതെ വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ സ്കൂളിൻ്റെ ലൈബ്രറിക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്നും രക്ഷകർത്താക്കളോട് ചോദിച്ച് വാങ്ങിക്കൊണ്ട് വന്നാൽ നന്നായിരിക്കും. പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പുസ്തകങ്ങൾ നൽകാവുന്നതാണ്. നമ്മുടെ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇന്നു മുതൽ അതാത് ക്ലാസ് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ വായിക്കാനും നൽകുന്നതാണ്. അതുപോലെ അവധിക്ക് നമ്മൾ 2ാം ക്ലാസ്സുകാർക്കൊക്കെ വായിക്കാൻ തന്നിരുന്നു. ഓർമ്മയുണ്ടോ? വായിച്ചായിരുന്നു എല്ലാവരും? കുറിപ്പുകൾ തയ്യാറാക്കിയോ?
അപ്പോൾ അതെല്ലാം നമുക്കിവിടെ ഈ ഒരാഴ്ച കൊണ്ട് അതൊക്കെ നിങ്ങൾ തയ്യാറാക്കിയതൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ പ്രയോജനപ്പെടുത്തണം കേട്ടല്ലോ. അപ്പോൾ വായനയ്ക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരാഴ്ചയാണ് നമുക്ക് ഇനി കടന്നു പോകാനുള്ളത്. വീട്ടിൽ പോയി വൈകുന്നേരം എല്ലാവരും വായിച്ച്, മലയാളമായാലും ഇംഗ്ലീഷായാലും വായിച്ച് അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ അന്നന്ന് പഠിച്ച കാര്യങ്ങൾ വായിച്ചിടേണ്ടതാണ് കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് ലൈബ്രറിക്ക് വേണ്ടി പുസ്തകങ്ങൾ നൽകുന്ന കാര്യം വീട്ടിൽ പോയി നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണേ. വീട്ടിൽ ആവശ്യമില്ല വായിക്കാതെ വെച്ചിരുന്ന പുസ്തകങ്ങൾ കാണും ചിലർക്കെങ്കിലും, അതെല്ലാം കൊണ്ടുവരിക. അതുപോലെ വേറൊരു കാര്യമുണ്ട്, യൂണിഫോം.